ഹലോ ഗൈസ്, എല്ലാവർക്കും സിമ്പിൾ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഫാസ്റ്റ് ഏൺ ചെയ്തതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 11 സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇത് വെച്ച് നിങ്ങൾക്ക് 100% 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അനാലിറ്റിക്സ് കാണിച്ചു തരാം. എനിക്ക് 65,998 വ്യൂസും 5.5K വാച്ച് ഓവർ 1.3K സബ്സ്ക്രൈബേഴ്സ് $7 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അതുമാത്രമല്ല എങ്ങനത്തെ കണ്ടൻസ് ഒക്കെ ഇട്ടാലാണ് നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചാനലിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, 11 സ്റ്റെപ്പ് ടു ഗെറ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ഫാസ്റ്റ്ലി, എ ബേസിക് ഗൈഡ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാനും സബ്സ്ക്രൈബേഴ്സ് ക്വിക്ക്ലി ഗെയിൻ ചെയ്യാനെന്ന് പറയുന്നത് ഒരു കോമൺ ഗോളാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ടു അപ്രോച്ച് ഇൻ ഇറ്റ്സ് സസ്റ്റെയിൻ ആൻഡ് എത്തിക്കൽ വേ. അത് എളുപ്പത്തിലും നമുക്ക് നേടാൻ പറ്റും, പക്ഷെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, ഹാർഡ് വർക്കും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 11 ടിപ്സുമായിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്വാളിറ്റി കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ക്വാളിറ്റി കണ്ടന്റ്സ് ഇടണം. എന്ന് പറയുമ്പോൾ നല്ല വാല്യുബിള്, നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയ നല്ല 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 രീതിയിൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഇടണം. അതുമാത്രമല്ല അതിന് നല്ല രീതിയിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത കണ്ടന്റിനായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഐഡന്റിഫൈ യുവർ നീച്ച് എന്ന് പറയുന്നത് ഈസിയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിന്റെ ആവശ്യം നമ്മൾ അത് എന്താണെന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓഡിയൻസിന് ഹൗ ടു മേക്ക് മണി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ മണി ഏണിങ് ആപ്ലിക്കേഷൻ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഗൂഗിളിൽ തരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടണം. അപ്പൊ ഈ ഓഡിയൻസിന് ഹൗ ടു മേക്ക് മണി എന്നടിക്കുമ്പോൾ നമ്മളെ വീഡിയോ വരണം. അപ്പൊ അവർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് അപ്ലോഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അത് മാത്രമല്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചോ അടുത്ത ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. അടുത്ത ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നവരെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, നിങ്ങൾക്ക് ഇപ്പൊ AI കാലമാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് AI ടൂൾസ് വെച്ചിട്ട് കുറെ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ AI തന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇടാൻ പറ്റും. അത് മാത്രമല്ല, ഒരു ദിവസം വീഡിയോ ഇട്ടാൽ തന്നെ അടുത്ത ദിവസം അടുത്തുള്ള വീഡിയോ മൊത്തം എഡിറ്റും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അതാകുമ്പോൾ നാളെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നാളെ ആകുമ്പോൾ അത് നാളെ ഒരു ടൈം വെച്ചിരിക്കുന്ന ആ ടൈമിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, അട്രാക്റ്റീവ് തംബ്നെയിൽസ് ആൻഡ് ടൈറ്റിൽസ്. എക്സാമ്പിൾ ഇപ്പം ഞാൻ തന്നെ പറയണേ, ഇപ്പൊ ഞാൻ എന്താണ് ഹൗ ടു ഏൺ മോർ സബ്സ്ക്രൈബേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് ഉടനെ എൻ്റെ തംബ്നെയിൽസ് കണ്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത്. അത് മാത്രമല്ല, എൻ്റെ ടൈറ്റിൽസും കൊടുത്തിട്ടാണ് എൻ്റെ ആ ഒരു ഇംപ്രഷൻ വേണം. എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ ടൈറ്റിൽ കണ്ട ഉടനെ തന്നെ ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുന്ന ഒരു ഇതാണ്. അതെന്ന് വെച്ചാൽ ക്രിയേറ്റ് ഐ ക്യാച്ചിങ് തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്ന തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യണം. അത് ടൈറ്റിൽസും അതേപോലെ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഒരു മണി ഏണിങ് ഐ എക്സ്പോസ്ഡ് ബിഗ്ഗസ്റ്റ് മണി ഏണിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ 2 കോമ കൊടുത്തിട്ട് സീക്രട്ട് റിവീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന തംബ്നെയിൽസും ടൈറ്റിൽസും കൊടുക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ കമന്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആൻസർ ഒക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ എന്താണ് ബിൽഡിങ് എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് നിങ്ങളെ ചാനലിനെ കുറെ എന്താണ് ബിൽഡിങ് എ കമ്മ്യൂണിറ്റി അറൌണ്ട് യുവർ ചാനൽ ക്യാൻ ലീഡ്, ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുക. അപ്പൊ അതുവഴി കൂടെ നിങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെ ലീഡ് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ്
സിക്സ് എന്ന് പറയുന്നത് കൊളാബറേറ്റ് വിത്ത് അതർ യൂട്യൂബേഴ്സ്. നിങ്ങളും വേറൊരു യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കും കിട്ടും, നിങ്ങളിലുള്ള സബ്സ്ക്രൈബേഴ്സ് കുറച്ച് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആയിട്ട് നിങ്ങളെ ചാനലിനെ ഗ്രോത്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റും. ഓക്കെ. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് യൂസ് കീവേഡ്സ് ആൻഡ് SEO. ഇതാണ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ടൈറ്റിൽസ് നോക്കുക, അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അടുത്ത് ടാഗ്സ് ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ മണി തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഹൗ ടു ഏൺ മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വരണമെങ്കിൽ നമ്മളും അതേപോലത്തെ ടാഗ്സ് കൊടുക്കുക. അത് നമ്മളൊരു ഉദ്ദേശം വെച്ചാണ് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മണി ഏണിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ ടാഗ്സ് ആയിട്ട് ഹൗ ടു ഏൺ മണി എന്ന് പറയുമ്പോൾ ആ ഒരു ടാഗ് കൊടുക്കുക. എന്നിട്ട് കോമേഴ്സ് അടുത്ത ടാഗ്, അങ്ങനെ നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ടാഗ്സ് എല്ലാം കൊടുക്കുക. പാസീവ് ഇൻകം എന്ന് പറഞ്ഞ ടാഗ്സ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ഓഡിയൻസ് വന്നിട്ട് ഇതേപോലത്തെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ വീഡിയോ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാഗ്സ് കൊടുക്കുന്നത്. ഈ ടാഗ്സ് ഒക്കെ നിങ്ങളെ ഐഡിയ ഇപ്പം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് AI ടൂൾസ് ലൈക്ക് ChatGPT ഒക്കെ വെച്ച് നിങ്ങൾക്ക് ടാഗ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ഇംപ്രൂവ് ദ ഡിസ്കവറബിലിറ്റി ഓഫ് യുവർ കണ്ടന്റ് ത്രൂ യൂട്യൂബ് സെർച്ച് ആൻഡ് റെക്കമെൻഡേഷൻ. അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ടാഗ്സ് ഇടുമ്പോൾ നിങ്ങളെ യൂട്യൂബ് സെർച്ചിലൊക്കെ നിങ്ങളെ വീഡിയോസ് വരാനും റെക്കമെൻഡേഷനൊക്കെ വേണ്ടിയാണ് ഈ ടാഗ്സ് ഉപയോഗിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത് പ്രൊമോട്ട് ഓൺ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയസിലൊക്കെ നിങ്ങളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ വെച്ച് സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഡിസ്കോഡിലൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പുതിയ ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് ഇപ്പൊ ഒരു ഹാക്കിങ്ങിന്റെ ഒരു കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടു. അത് മാത്രമല്ല സബ് കൺഫർമേഷൻ ലിങ്ക് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഒരു അഡോബ് ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഒരു പാർട്ട് 25 വരെ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 25 പാർട്ട് ഒരു പ്ലേലിസ്റ്റിലോട്ട് ആക്കിയിടുക. അതാകുമ്പോൾ ഈ ഓഡിയൻസിനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് കാണിക്കും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ഓരോ സൈഡിലായിട്ടൊക്കെ പറഞ്ഞ റെക്കമെൻഡേഷൻ ഒക്കെ എടുത്ത് ഓരോ പാർട്ട് നിങ്ങളെ ചാനലിനകത്തൊക്കെ കയറി നിന്ന് സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. ഇത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഹെൽപ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് റൺ കണ്ടസ്റ്റ് ആൻഡ് ഗീവ് അവേസ്. നമ്മുടെ ഗീവ് അവേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഷൂ ഗീവ് അവേ ആയിട്ട് കൊടുക്കുക. അപ്പൊ അവരടുത്ത് പറയണം നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് താഴെ നിങ്ങൾ ഹൗ എന്ന് പറഞ്ഞ് കമന്റ് ഇടുക. അപ്പൊ അത് നമ്മൾ ലക്കി ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത് ഒരു ഷൂ ഗീവ് അവേ ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാൻ പറ്റും. കണ്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുത്ത് നോക്കുമ്പോൾ കുറെ ആൾക്കാർ കുറെ ക്വിസ് ഒക്കെ ഇട്ടിരിക്കും. പറഞ്ഞാൽ ഹൂ ഇസ് ദ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കും. അപ്പൊ അതിൽ ആൻസർ ചെയ്യുമ്പോൾ സൈഡിൽ അതിൻ്റെയോടൊപ്പം തന്നെ അവർ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തെന്ന് പറയുമ്പോൾ ആസ്ക് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാണ് ഈ ആസ്ക് ഫോർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യുക. അവർ പറ്റുമെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്യൂല. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ 11 steps to get 1000 subscribers. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.